ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദുബായിത്തെ വിശേഷങ്ങളും പിന്നെ കുറച്ച് അബുദാബിത്തെ വിശേഷങ്ങളുമാണ്. അപ്പം നമ്മൾ ദുബായിൽ വന്നതിന് ശേഷം അബുദാബിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെല്ലുന്നത് മൽഗുഡി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ രാത്രി ഡിന്നറാണ് ഞങ്ങളവിടെ പോയി കഴിച്ചത്. ഗീ റോസ്റ്റും അതേപോലെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബദാം മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങി. ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് പോയി ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അബുദാബിക്ക് പോവാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ബേബിയുടെ ജെൻഡർ റിവീൽ പരിപാടിക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ കുറച്ച് ടാസ്കും പരിപാടിയൊക്കെ ശ്രീതാട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാവരും പേരും ഈ ജെൻഡർ റിവീലിംഗ് പരിപാടിക്ക് കിടക്കുകയാണ്. എന്തായാലും ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസ്ക് വിൻ ചെയ്ത ആൾക്കാർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജെൻഡർ പ്രഡിക്ഷൻ കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിനി വഴിയെ കാണാം. ഇപ്പോൾ എന്തായാലും നമുക്കിനി ജെൻഡർ റിവീലിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് ആണെങ്കിൽ ബേബി ഗേൾ അല്ലെങ്കിൽ ബേബി ബോയ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനി കാണാം. 9 പെൺകുട്ടിയും 5 ആൺകുട്ടിയും. ഓക്കെ ഓക്കെ Ready, 1, 2, 3, start. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗേൾ ബേബിയാണ്. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വോട്ട് ചെയ്തത് ഗേൾ ബേബിക്കായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ശ്രീതേട്ടൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോന്നും കൊടുത്തതിന് ശേഷം നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഗിഫ്റ്റാണോ ഉള്ളത് ആ ഒരു ഗിഫ്റ്റായിരിക്കും നമുക്ക് കിട്ടുക. ബാക്കി എല്ലാരും സമാനമുണ്ടോ? ഞാൻ സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കാഡ്ബറി ചോക്ലേറ്റും ആക്കി സ്ക്രാച്ച് ചെയ്തപ്പോൾ സോഫ്റ്റ് ടോയാണ് കിട്ടിയത്. അപ്പം നമ്മുടെ രണ്ടുപേരുടെ ഗിഫ്റ്റ് ഇതാണ്. നീനയുടെ ഫാമിലിയിൽ ഇഷ്ടംമാതിരി മെമ്പേഴ്സ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറേ മാക്സിമം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ശ്രീതട്ടും ഗിഫ്റ്റ് എടുക്കുന്നു. എടാ നിന്റെ ഗ്ലാസ് സെറ്റാ തോന്നുന്നുണ്ട് ആ പിങ്ക് കളർ പെട്ടി. നീന 2 ചാമ്പി ഹൈലി പെർഫോമിംഗ് ആണല്ലോ. ഞങ്ങളുണ്ട് ഇത്. ഓക്കേ ഇത് കൊള്ളാണോ? ഇത് കൊള്ളാം. തിന്നാലോ വീട്ടിൽ പോയിട്ട്. അങ്ങനെ വന്ന എല്ലാവർക്കും ടാസ്കിൻ്റെ ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ ജെൻഡർ പ്രഡിക്ഷൻ കറക്റ്റായിട്ടാണെങ്കിലും ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ആരും അൺഹാപ്പി ആയിട്ടല്ല പോയത്. എന്താ നിനക്ക് പറയാനുള്ളത്? ഈ ഒരു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സമ്മാനം പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഉപകാരമുള്ള സാധനല്ലേ? അത് നൈക്കയുടെ കൊടുക്കുന്നത്. കൊള്ളാം. ഗിഫ്റ്റ്
ഡ്രസ്സൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചും കൂടി കഴിച്ചതിന് ശേഷമാണ് അവിടെ നമ്മൾ ഇറങ്ങിയത്. ബിരിയാണി ആയിരുന്നു അത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. കുറേ ദിവസം സീക്രട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റിവീലിംഗ് പരിപാടിയും കൂടി കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഗസ്സും കറക്റ്റായി. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ദുബായിലോട്ട് പോവാണ്. വീട്ടിലെത്തി അതിൻ്റെ അടുത്ത ദിവസം എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. എൻ്റെ മാമനാണ്. പുള്ളിക്കാരൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ദുബായിലോട്ട് വരും. അപ്പം ഇത് മാമൻ്റെ ഫസ്റ്റ് വരവാണ് നമ്മുടെ ഈ ഒരു ദുബായ് വീട്ടിലോട്ട്. നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ച എന്തെങ്കിലൊക്കെ പുതിയ വീട് ഞാൻ വന്നല്ലോ. സെക്കൻഡ് ഗസ്റ്റ് ആയിട്ട് വന്ന സന്തോഷം. എന്തായാലും അടിപൊളി. മാമൻ വന്ന് ഒരു 2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും മാമന് ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞാനും അക്കയും കൂടി മാമനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, രാത്രി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 3ാമത്തെ ഗസ്റ്റ് വരാം കേട്ടോ നമ്മുടെ വീട്ടിലോട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയായിരിക്കും. നമ്മുടെ ശ്രീതേട്ടനും അഞ്ജലിയാണ് വരുന്നത്. അപ്പോൾ അവർ ഇവിടെ ഇന്ന് ഒരു ദിവസം നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ഡേ അവർക്ക് ഷാർജയിലൊരു ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെയൊക്കെ നിന്ന് നമ്മളോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ താഴെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനാണ് പോയിട്ട് ഡോറൊക്കെ തുറക്കുന്നത്. കുറച്ച് ടൈം വീട്ടിലിരുന്നവരൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫുഡി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ് ജസ്റ്റ് ചായ കുടിക്കാനായിട്ട്. അപ്പം അക്കിതേ ചായയും എന്തോ ഒരു കടിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിനി ഡിന്നർ കഴിക്കണം. അപ്പോൾ ഡിന്നർ പുറത്തു പോയിട്ടാണ് കഴിക്കുന്നത്. സ്ഥലം നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്തിപ്പെട്ടത് നമ്മുടെ കാലിക്കറ്റ് പാരഗണിലാണ്. അപ്പോൾ പാരഗണിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കുറച്ച് ടൈം അവിടെ എന്തായാലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മളിതേ മെനു വന്നു. ശ്രീതേട്ടനാണ് ഫുഡൊക്കെ സെറ്റാക്കിയത്. നമ്മൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊറോട്ടയും അതേപോലെ അപ്പം, പിന്നെ ഈ ഒരു സീ ഗ്രിൽ പോലത്തെ സീ ഫുഡ് മിക്സ് പോലത്തെ ഒരു കറിയാണ് മേടിച്ചത്. അതിൻ്റെ അകത്ത് ഞണ്ടുണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു, പിന്നെ മീനിൻ്റെ പീസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മൾ മേടിച്ച കറി. ഇത് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പീസസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കറി കഴിക്കുന്നത്. പക്ഷേ കറി ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ അന്ന് ആ ദിവസം കിടന്നുറങ്ങിയത്. കാരണം കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റായിരുന്നു കഴിഞ്ഞു പോയത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർക്ക് ഈ ഒരു ഷാർജയിൽ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവർ ഇറങ്ങാൻ റെഡിയായി. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചൂട് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് ഇറങ്ങാൻ തന്നെ. ചേട്ടൻ പോയി ആദ്യം കാറ് കുറച്ച് നേരം AC ഒക്കെ ഓണാക്കിയിട്ടതിന് ശേഷമാണ് ഇവർ വണ്ടിയിൽ കയറി പോയത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.